Distance separated them for years. A father abroad, a son growing up at home. But one visit changed the story. He saw the sweat behind every comfort, the pain behind every smile. That moment became his motivation. And in just a few years, he built success worth a crore and brought his father back where he belongs. ക്രിക്കറ്റ് ലോകത്ത് വിരാട് കോഹ്ലി വന്നതൊരു ആംഗ്രി ബോയ് ആയിട്ട് വന്ന് അഗ്രസീവായിട്ട് കളിച്ച് ലോകം കീഴടക്കി എന്ന് പറഞ്ഞതുപോലെയാണ് മിഥിലാജിൻ്റെ കാര്യം. ഉംറ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ റൂമും ജോലിയും എല്ലാം കണ്ടവനാകെ ടെൻഷനാവുകയും ഫാദറിനെ നാട്ടിലേക്ക് എങ്ങനെയും സെറ്റാക്കണം, ഗൾഫ് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിട്ടാണ് അവന് നാട്ടിലേക്ക് കയറുന്നത്. പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിക്ചർ അബി ബാക്കിയെ ബായ്. +2 കഴിഞ്ഞ് എനിക്കൊരു പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല ഞാൻ പഠിക്കാൻ പോകുന്നുള്ളത്. ഇപ്പോൾ +2 കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടി. അതായത് എനിക്ക് ഒന്ന് ഉംറക്ക് പോകാനുള്ളൊരു അവസരം കിട്ടി. എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറ്റിയ ഒരു യാത്രയായിരുന്നു അത്. എൻ്റെ റൂമും ജോലിയും എല്ലാം കണ്ടവനാകെ ടെൻഷനാവുകയും അവനൊരൊറ്റ ഉദ്ദേശത്തോടെ നാട്ടിലെത്തിയിട്ട് ഫാദറിനെ നാട്ടിലേക്ക് എങ്ങനെയും സെറ്റാക്കണം, ഗൾഫ് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിട്ടാണ് അവന് നാട്ടിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഈ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം കറക്റ്റ് മനസ്സിലായത് അവിടെ നിന്നാണ്. പിന്നെ ഡിഗ്രി പഠിക്കാന്നുള്ളൊരു കൺസെപ്റ്റിൽ BCom എനിക്ക് സീറ്റ് കിട്ടി. ഗവൺമെൻറ്റിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഒരു വെക്കേഷൻ്റെ ടൈമിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ് പോലെ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു അവസരം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പ ഇങ്ങനെ ഒരു സംഭവം അടിപൊളി അവസരം കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പ്രൊഡക്റ്റൊക്കെ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഗ്രാൻഡ് ഫാദറിനൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഡയബറ്റീസിന് പറ്റിയ പ്രൊഡക്റ്റൊക്കെ ഉണ്ട്, സംഭവം ഉഷാറാണെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു. എന്ത് ബിസിനസ് ഞാൻ ചെയ്താൽ വിജയിക്കൂ എന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. അങ്ങനെ ഉപ്പ പറഞ്ഞ ഒറ്റ പോയിന്റ് ഇതാണ്, അനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്തു നോക്ക്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഇത് ഒരാളോട് പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പ്രോഗ്രാംസിലൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി. എൻ്റെ വീട്ടുകാരോട് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, കാരണം കോളേജിൻ്റെ സമയത്താണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. ജോലിയും പഠിത്തം കൂടിയും ഒന്നിച്ചു പോകണതിനെ പറ്റി അവനോട് ചോദിച്ചപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു. അപ്ലൈൻ ലീഡേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൈഡ് ചെയ്യുന്ന ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ ഒരു ചോദ്യം മറുചോദ്യം ചോദിക്കാതെ അതുപോലെ ഫോളോ ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ അത് ഞാൻ ബാലൻസ് ചെയ്തു. എൻ്റെ 3 ഇയേഴ്സ് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ വിവയിൽ ഞാൻ ഒരു പ്രോഗ്രാം പോലും മിസ്സാവാതെ എൻ്റെ ലീഡേഴ്സിൻ്റെ കൂടെ ഞാനുണ്ട്. ഡിഗ്രികളൊക്കെ എന്നോട് പറഞ്ഞു തന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ പറഞ്ഞു, ഡയമണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, 1 കോടി വരുമാനം കിട്ടും, വരുമാനമായാലും ഡയമണ്ട് അടിക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചു, 1 കോടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയോ? 100 ലക്ഷമാണ്. ഭയങ്കരമായിട്ട് ഈ ഒരു സംരംഭത്തിനോട് ഒരു താല്പര്യം, ഭയങ്കര ഒരു അഭിനിവേശം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഇഷ്ടം. ഈ കഴിഞ്ഞ 5 ഇയേഴ്സ് വേറെ ഒരു പരിപാടിയില്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടു ചെയ്തിരുന്ന എൻ്റെ മാർഷൽ ആർട്സ് വരെ ഞാൻ ഒഴിവാക്കി. ബിഗ് ഡ്രീമേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് അച്ചീവ്മെൻറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള യങ്സ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജാണ് മിസ്റ്റർ മിഥിലാജിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ്. ലക്ഷം പൂർത്തിയാക്കി ഡയമണ്ട് എന്ന് പറയുന്ന ആ ദർജയിലേക്ക് അവൻ എത്തി. വല്ലാത്തൊരു സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരവസരം എൻ്റെ മകൻ വഴി
എനിക്ക് കിട്ടുകയാണ്, ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഒന്ന് എൻ്റെ പേരൻസിനെ പ്രൗഡാക്കാൻ പറ്റി, രണ്ട് എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ. ഈ സംരംഭത്തിലൂടെ ഏകദേശം 1 CR ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രിക്കറ്റ് ലോകത്ത് വിരാട് കോഹ്ലി വന്നതൊരു ആംഗ്രി ബോയ് ആയിട്ട് വന്ന് അഗ്രസീവായിട്ട് കളിച്ച് ലോകം കീഴടക്കി എന്ന് പറഞ്ഞതുപോലെയാണ് മിഥിലാജിൻ്റെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അഗ്രസീവ്നെസ് ആണ് മിഥിലാജിനെ ഇന്ന് കാണുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്ന് 5 ഇൻ്റർനാഷണൽ ട്രിപ്പ് എൻ്റെ ഫാമിലിയുടെ കൂടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു രീതിയിലോട്ട് എനിക്ക് കമ്പനി ട്രീറ്റ് ചെയ്തു. He is truly an inspiration to the youngsters of the entire nation. ഈ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഇനി വരുന്ന കുറച്ച് സമയങ്ങൾ കൊണ്ട് ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് കാഴ്ചവെക്കാൻ പോകുന്ന വർഷങ്ങളാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ഇത് ഒരു ലീഡിങ് ചാമ്പിങ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.